ബെഞ്ചമിൻ നെതന്യാഹുവിനെ മാത്രമല്ല ഹിറ്റ് ലിസ്റ്റിൽ ഇറാൻ വെച്ചിരിക്കുന്നത്. അമേരിക്കയിലെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാൻ വളരെ വ്യക്തമായി തന്നെ ഖാസിം സുലൈമാനിയുടെ മരണത്തിന് ശേഷം, അതായത് അദ്ദേഹത്തിനെ വധിച്ച സമയത്ത് ഇറാനിൽ നടന്ന ഒരു വലിയ പ്രക്ഷോഭ റാലി ഉണ്ടായിരുന്നു. അമേരിക്ക അന്ന് അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അൺകണ്ടീഷണൽ സറണ്ടർ ഇറാൻ നടത്തിയാൽ കൊള്ളാം, ഞങ്ങൾ അവിടെ റെജീം ചേഞ്ച് കൊണ്ടുവരും, ഞങ്ങൾ അവരെ മര്യാദ പഠിപ്പിക്കും, പാഠം പഠിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ വിരട്ടലും വിലപേശലുമായി എത്തിയതാണ്. ഇന്ന് ആ ചെറുത്തുനിൽപ്പ് കണ്ട് ലോകരാജ്യങ്ങൾ ഇറാന്റെ മുൻപിൽ നമിക്കുകയാണ്. പേർഷ്യൻ വിപ്ലവം എന്താണ് എന്ന് GCC രാജ്യങ്ങൾക്ക് നല്ലപോലെ ഇറാൻ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു. GCC രാജ്യങ്ങൾ അമേരിക്ക പറയുന്നത് കേട്ടുകൊണ്ടായിരുന്നു ഇത്രയും നാളും അനുസരിച്ചതെങ്കിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അത് മാറ്റിമറിക്കപ്പെടുന്ന സാഹചര്യമാണ്. ബ്രിക്സ് രാജ്യങ്ങൾ മറ്റു തീരുമാനങ്ങളിലേക്ക് പോകുന്നതും അമേരിക്കയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ്. ട്രംപിനുള്ള ഷോപ്പെട്ടി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഇറാന്റെ പ്രസിഡന്റായ മസൂദ് പസക്സിയാൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജീവൻ വേണമെങ്കിൽ നിങ്ങൾ സമാധാനത്തിന്റെ പാതയിലേക്ക് വരൂ എന്നുള്ളതാണ്. അതായത് ഏത് ആക്രമണവും ഏതൊക്കെ രീതിയിലാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ടുള്ള നീക്കമാണ്. ഒരു യുദ്ധം തുടങ്ങിയാൽ അത് ഏത് ഘട്ടം വരെ പോകും, എവിടെ വെച്ച് നിർത്താൻ കഴിയുമെന്ന് ലോകരാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ സാധാരണയായി മുൻകരുതലുകൾ എടുക്കാറുണ്ടെങ്കിൽ ഇവിടത്തെ കാര്യത്തിൽ അങ്ങനെയല്ല. കണക്കുകൂട്ടലുകൾ മൊത്തം തെറ്റിയിരിക്കുന്ന അവസ്ഥയാണ്. ഡൊണാൾഡ് ട്രംപിന് ഇനി എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് വളരെ വ്യക്തമായി അറിയില്ല എന്നുള്ളതാണ്. നെതന്യാഹു ഒളിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ ചിറകിലേറി ഇനി എത്ര നാൾ ഇസ്രായേൽ എന്ന രാജ്യം വിലസി നടക്കും? ഇസ്രായേലിന്റെ അന്ത്യകൂദാശ നടത്താൻ ഇറാന് ഇനി അധിക നാളുകൾ വേണ്ട എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ മസൂദ് പസക്സിയാൻ പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും ഇസ്രായേലിന് വലിയ ആഘാതമുണ്ടാകും. നിരപരാധികളെ കൊന്നൊടുക്കിയ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങൾ അയാൾക്ക് വധശിക്ഷയ്ക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഇറാൻ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് മസൂദ് പസക്സിയാൻ വളരെ വ്യക്തമായി തന്നെ ഒരു ഭയവുമില്ലാതെ ഏറ്റവും വീറോടുകൂടി പറയുമ്പോൾ അത് ലോകരാജ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ്. അതിലെ ഗൗരവം എത്രത്തോളം ശക്തമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ആ വാർത്തയെ സ്വീകരിക്കുന്നത്. അടുത്ത നാളുകളിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഊർജ്ജക്ഷാമം ലോകരാജ്യങ്ങളെ നിർണായകമായി ബാധിച്ചിരിക്കുന്നു. GCC രാജ്യങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്ന സമയം അടുത്തിരിക്കുന്നുവെന്നും ഈ ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷം കൊണ്ട് ലോകരാജ്യങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എത്രത്തോളം ഭയാനകമാണ് എന്നുള്ളതാണ്. ചരക്ക് ഗതാഗതത്തിനെ പരിപൂർണമായി സ്തംഭിപ്പിക്കാനുള്ള നീക്കങ്ങൾ വരെ പല കോണുകളിൽ ആലോചിക്കുകയാണ് ഇറാൻ.